വെടക്ക് തല പോലും വടക്ക് വെക്കരുത് എന്ന പഴമൊഴി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വടക്ക് തല വെച്ച് കിടന്നാൽ ദോഷമാണെന്നും പലവിധ രോഗങ്ങൾക്കും കാരണമാകും എന്നതുകൊണ്ടും ആ ദിശയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങരുത് എന്നാണ് ഈ പഴമൊഴിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്ന ഇതെന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ശാസ്ത്രത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ്. കേൾക്കുമ്പോൾ ശാസ്ത്രീയമെന്ന് തോന്നാവുന്ന, എന്നാൽ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ തികച്ചും അശാസ്ത്രീയമായ വാദങ്ങളാണ് ഇതിനു പിന്നിലെന്ന് മനസ്സിലാകും. സത്യത്തിൽ വടക്ക് തലവെച്ച് കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും ഒരു കാന്തത്തിന് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളതുപോലെ ഭൂമിക്കും 2 കാന്തിക ധ്രുവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. 2 കാന്തങ്ങൾ അടുത്തടുത്ത് വന്നാൽ വ്യത്യസ്ത ധ്രുവങ്ങൾ ആകർഷിക്കുമെന്നും ഒരേ ധ്രുവങ്ങൾ വികർഷിക്കുമെന്നും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ ഇരുമ്പടങ്ങിയിട്ടുണ്ട്. ഒരാൾ വടക്ക് തലവെച്ചുറങ്ങുമ്പോൾ അയാളുടെ ശരീരത്തിലെ രക്തത്തെ ഭൂമിയുടെ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ആകർഷിച്ച് തലയിലും കാലിലും വന്നു ചേരുമെന്നും തന്മൂലം അത് അയാളുടെ ആരോഗ്യത്തെ വളരെ ഹാനികരമായി ബാധിക്കും എന്നുമാണ് വടക്ക് തലവെച്ച് ഉറങ്ങുന്നത് കൊള്ളില്ല എന്ന് വാദിക്കുന്നവരുടെ വാദങ്ങൾ. കേൾക്കുമ്പോൾ ഇത് ശരിയായി നമുക്ക് തോന്നാം. യൂട്യൂബിൽ തന്നെ കുറേയേറെ വീഡിയോകളിൽ ഈ ഒരു വിശദീകരണം പലരും പറയുന്നുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വാദം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വടക്കുനോക്കി യന്ത്രത്തിന്റെ സൂചി ഭൂമിയുടെ വടക്ക് ദിശയിലേക്കാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിന്റെ അടുത്തേക്ക് ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് നോക്കൂ. അതിന്റെ സൂചിയുടെ ദിശ ഫോൺ ഇരിക്കുന്ന വശത്തേക്ക് തിരിയുന്നത് കാണാൻ സാധിക്കും. അടുക്കളയിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നാലും ഒരു സ്പീക്കറിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നാലും ഇത് തന്നെ സംഭവിക്കും. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഭൂമി ആകർഷിക്കുന്നതിനേക്കാൾ ശക്തമായി ഈ ഉപകരണങ്ങൾ ആ വടക്കുനോക്കി യന്ത്രത്തെ ആകർഷിക്കുന്നു എന്നതാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒരു ചെറു കാന്തത്തേക്കാളും വളരെ വളരെ ചെറുതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ഫ്രിഡ്ജ്, സ്പീക്കർ ഇതിലൊക്കെയുള്ളത് നല്ല ശക്തിയേറിയ കാന്തിക മണ്ഡലമാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തേക്കാൾ അനേകം മടങ്ങ് ശക്തിയുള്ളത്. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന MRI സ്കാൻ ഉപകരണങ്ങൾ വളരെ ശക്തമായ കാന്തിക മണ്ഡലമുള്ളതാണ്. നമ്മുടെ രക്തത്തിലുള്ള അയൺ കാന്തത്തോട് ആകർഷിക്കുമായിരുന്നെങ്കിൽ MRI സ്കാനിങ്ങിന് വിധേയരാകുന്ന രോഗികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇനി രക്തത്തിലെ ഇരുമ്പിന്റെ കാര്യം. രക്തത്തിൽ കാണപ്പെടുന്ന അയൺ കാന്തത്തോട് ആകർഷിക്കുന്ന ഒരു ലോഹാവസ്ഥയിലല്ല കാണപ്പെടുന്നത്. ഒരു വസ്തു മൂലകമായി ഇരിക്കുമ്പോൾ കാണപ്പെടുന്ന ഗുണങ്ങളല്ല അതൊരു സംയുക്തത്തിന്റെ ഭാഗമായി കാണപ്പെടുമ്പോൾ. ക്ലോറിൻ എന്ന വിഷവസ്തു സോഡിയവുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് സോഡിയം ക്ലോറൈഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്. സോഡിയത്തിന്റെയോ ക്ലോറിന്റെയോ ഗുണങ്ങളല്ല സോഡിയം ക്ലോറൈഡിനുള്ളത്. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നുണ്ടാകുന്ന വെള്ളത്തിനുള്ളത് ഇവ രണ്ടിലുമില്ലാത്ത വേറെ ഗുണങ്ങളാണ്. രക്തത്തിൽ കാണപ്പെടുന്ന അയണിന്റെ കാര്യവും ഇതുപോലെ തന്നെ. പറഞ്ഞു വരുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് കാന്തിക സ്വഭാവമുള്ള ഒന്നല്ല എന്നാണ്. ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തിൽ മൊബൈൽ വെച്ചിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും കിടക്കുന്നത്. മൊബൈലിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേത് ഉപകരണങ്ങളിലെ കാന്തിക മണ്ഡലത്തേക്കാൾ തീരെ ശക്തി കുറഞ്ഞ ഭൂമിയുടെ കാന്തിക മണ്ഡലം നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അടുത്ത് പോകുന്നതിന്റെ അത്രയ്ക്ക് അപകടമൊന്നും വടക്കോട്ട് തലവെച്ച് ഉറങ്ങിയാൽ ഉണ്ടാവില്ല. വടക്ക് തലവെച്ച് കിടക്കുന്നത് മറ്റേത് ദിശയിലേക്കും തലവെച്ച് കിടക്കുന്നത് പോലെ തന്നെയാണ്. ശാസ്ത്രത്തിന്റെ മുഖം മൂടി അണിയിച്ചാണ് ഇന്ന് പലതും ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ആരെങ്കിലും പറയുന്നത് അപ്പാടെ വിശ്വസിക്കാതെ സ്വന്തം യുക്തി ഉപയോഗിച്ചും തെളിവുകൾ കണ്ടെത്തിയും വേണം ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ.